വിശ്വാസികൾക്ക് ഈ ഞായറാഴ്ചയും ദിവ്യബലി മുടങ്ങും. മെയ് 5-ന് ദേവാലയങ്ങൾ തുറക്കാനും ദിവ്യബലി അർപ്പണം പുനരാരംഭിക്കാനും തീരുമാനിച്ചിരുന്നു. വീണ്ടും ഭീകര ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ ആ തീരുമാനം പിൻവലിക്കുകയാണെന്ന് കർദിനാൾ മാൽക്കം രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്ന് ഷെക്കേന ന്യൂസിനെ അറിയിച്ചു. ഈസ്റ്റർ ഞായറാഴ്ചയുണ്ടായ ചാവേർ സ്ഫോടനങ്ങളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 280 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം പള്ളികളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇട ദിവസങ്ങളിൽ മാത്രമല്ല, കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളികളിൽ ദിവ്യബലി അർപ്പണം ഉണ്ടായിരുന്നില്ല. സ്വകാര്യ കപ്പേളയിൽ കർദിനാൾ മാൽക്കം രഞ്ജിത്ത് അർപ്പിച്ച ദിവ്യബലി രാജ്യവ്യാപകമായി ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുകയായിരുന്നു. മെയ് 5-ന് ഞായറാഴ്ച പള്ളികൾ തുറക്കുമെന്നും ദിവ്യബലിയർപ്പണം പുനരാരംഭിക്കുമെന്നും കർദിനാൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ വീണ്ടും തീവ്രവാദി ആക്രമണം ഉണ്ടായേക്കാമെന്ന സർക്കാരിൻ്റെ മുന്നറിയിപ്പുണ്ടായി. ഇതിനെ തുടർന്ന് ഏതാനും ദേവാലയങ്ങളെങ്കിലും ഞായറാഴ്ച തുറന്ന ഒരു ദിവ്യബലിയെങ്കിലും അർപ്പിക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു സഭാ നേതൃത്വം. പക്ഷേ ആ തീരുമാനവും റദ്ദാക്കേണ്ട തരത്തിൽ വിശ്വസനീയമായ ഒരു വിദേശ കേന്ദ്രത്തിൽ നിന്നും തനിക്കൊരു മുന്നറിയിപ്പ് ലഭിച്ചുവെന്ന് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് വെളിപ്പെടുത്തി. കൊളംബോ ആർച്ച് ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇനി ദിവ്യബലിയർപ്പണം എന്ന് പുനരാരംഭിക്കുമെന്ന് പറയാനാകില്ലെന്ന മറുപടിയാണ് ഷെക്കേന ന്യൂസിന് ലഭിച്ചത്. ഇതിനിടെ രാജ്യത്തെ ബുദ്ധവിഹാരങ്ങളെയും ക്ഷേത്രങ്ങളെയും ലക്ഷ്യമിട്ട് വനിതാ ചാവേറുകൾ എത്താനിടയുണ്ടെന്ന സുരക്ഷാ സേനയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് അവയ്ക്ക് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ പുണ്യമാസമായ റമദാൻ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.